ഡീമൺ സ്ലെയറിലെ 5 പവർഫുൾ ആയ ക്യാരക്ടേഴ്സ് അവരുടെ ബ്രീത്തിങ് സ്റ്റൈൽ ഇല്ലാതെ തന്നെ തങ്ങളുടെ റോ ഫിസിക്കൽ സ്ട്രെങ്ത് വെച്ച് ഡീമൻസിനെ കൊന്നിട്ടുണ്ട്. ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇനോസ്കയാണ്. നമുക്കറിയാം ഇനോസ്കയുടെ ബ്രീത്തിങ് ടെക്നിക്ക് ഫുള്ളി ഡെവലപ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ആ ബ്രീത്തിങ് സ്റ്റൈലിന് ഒരുപാട് പരിമിതികളുണ്ട്. കൂടാതെ തന്നെ ചെറുപ്പം മുതലേ ഇനോസ്കെ കൊടും കാട്ടിൽ വളർന്നതുകൊണ്ട് ശരീരത്തിന് അസാമാന്യ മെയ്വഴക്കവും ഉറച്ച ശരീരവും കൈമുതലായുണ്ട്. അതുകൊണ്ട് ബ്രീത്തിങ് സ്റ്റൈൽ ഇല്ലാതെ തന്നെ ഇനോസ്കയ്ക്ക് ഡീമൻസിനെ കൊല്ലാൻ സാധിക്കും. രണ്ടാമതുള്ളത് തെങ്കൻ ഉസൂയിയാണ്. സൗണ്ട് ഹാഷറായ തെങ്കൻ പൂർണ്ണമായും തന്റെ ബ്രീത്തിങ് സ്റ്റൈലിനെ ആശ്രയിച്ചല്ല ഡീമൻസിനോട് ഫൈറ്റ് ചെയ്യുന്നത്. ആളൊരു ഫോർമർ ഷിനോബി ആയതുകൊണ്ട് തന്നെ തെങ്കന്റെ എജിലിറ്റിയും സ്പീഡും കൊണ്ട് മാത്രം തന്നെ ഡീമൻസിനെ കൊല്ലാൻ സാധിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്ട് ആർക്കിലെ ഫൈറ്റ്. ഗ്യൂട്ടാറോ ആയിട്ടുള്ള ഫൈറ്റിൽ ഭൂരിഭാഗം സമയവും ടെങ്കൻ ബ്രീത്തിങ് സ്റ്റൈൽ യൂസ് ചെയ്തിട്ടില്ല. മൂന്നാമതായുള്ളത് സനേമിയാണ്. സനേമി ഡീമൺ സ്ലെയർ ആകുന്നതിന് മുമ്പ് തന്നെ ഡീമൺസ് ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. തന്റെ റോ ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ട് മാത്രമാണ് സനേമിക്ക് ഇതിനെല്ലാം സാധിച്ചത്. സനേമി എത്രത്തോളം ടഫ് ആണെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നാലാമതായുള്ളത് ഗ്യോമയാണ്. സനേമിയെ പോലെ തന്നെ ഗ്യോമയും ഡീമൺ സ്ലെയർ ആകുന്നതിന് മുമ്പേ ഡീമൺസിനെ നേരിട്ടിട്ടുണ്ട്. അന്ധനായ ഗ്യോമെ തന്റെ ശാരീരിക ബലം കൊണ്ട് ഒന്ന് മാത്രമാണ് ആ ഡീമനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിച്ചത്. പിന്നെ അവസാനമായുള്ളത് യൊരീച്ചിയാണ്. ഡീമൺ സ്ലെയർ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും പവർഫുൾ ക്യാരക്ടർ ആയതിനാൽ ബ്രീത്തിങ് സ്റ്റൈൽ ഇല്ലാതെയും യൊരീച്ചിക്ക് ഡീമൺസിനെ കൊല്ലാൻ സാധിക്കും. ആഫ്റ്റർ ഓൾ യൊരീച്ചി ആണല്ലോ ഈ ബ്രീത്തിങ് സ്റ്റൈൽ കണ്ടുപിടിച്ചത് തന്നെ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.